ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മീര വാസുദേവ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചേക്കുന്നു. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ നിമിഷമാണ്. 2025 ഓഗസ്റ്റിൽ ദിവസം തൊട്ടവർ നല്ല മനോഹരമായി സന്തോഷമായിരിക്കുന്ന ദിവസമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? മീര വാസുദേവിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം മൂന്നാം വിവാഹം ഒഴിയുകയാണ്. നമുക്കൊക്കെ ഭർത്താവുമായിട്ട് ബന്ധം ഒഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. അത് അവർക്ക് മൂന്നാമത്തെ വിവാഹം ആയതുകൊണ്ടായിരിക്കും അവർക്ക് വിഷമമൊന്നുമില്ലാത്ത. എന്തായാലും അവരുടെ കുടുംബവിളക്കിൽ നായികയായിട്ടാണ് അവർ വന്നത്. എല്ലാ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടമായിരുന്നു ആ കുടുംബവിളക്ക് സീരിയൽ. അവരെയും ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ സീരിയലിൽ ക്യാമറമാനായ ബിബിനുമായി അവർ പ്രണയത്തിലാകുന്നു. അങ്ങനെ അവിടെ ആ സെറ്റിൽ മൊത്തം അറിയുന്നു അവർ പ്രണയമാണെന്ന് പറഞ്ഞ് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഒത്തിരി പേര് അവരെ വിമർശിച്ചു. ഒരു കൊച്ചു ചെറുക്കനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും അവർ കാര്യമാക്കിയില്ല. അടിപൊളിയായിട്ട് കല്യാണം നടത്തി ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയകളൊക്കെ ആഘോഷിച്ചു. പക്ഷേ ഒരു വർഷം വരെ ഉള്ളായിരുന്നു ഈ ജീവിതത്തിന് ആയുസ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വേർപിരിയുകയാണ്. ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരോരേതായ കാര്യങ്ങൾ കാണും. രണ്ടുപേർക്കും രണ്ടുപേരേതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. മീര വാസുദേവിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ആദ്യം ഒരാളെ കല്യാണം കഴിച്ചു. ആ ആളുമായി അവർ പിരിഞ്ഞതിന് ശേഷം അവർ ജോൺ എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ചു. അതിലവർക്കൊരു കുഞ്ഞുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ സീരിയലിലൊക്കെ വന്ന കുടുംബവിളക്കിൽ, അപ്പോഴാണ് ക്യാമറാമാനുമായിട്ട് പരിചയപ്പെട്ട് അവർ തങ്ങളിൽ വിവാഹം കഴിക്കുകയായിരുന്നു. അതിനും ആയുസ് കുറവായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ വേർപിരിഞ്ഞു. മീര വാസുദേവിന് വിഷമമൊന്നുമില്ല കേട്ടോ. അവർ ഹാപ്പിയാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. കാരണമെന്ന് വെച്ചാൽ രണ്ട് ജീവിതവും പോയപ്പോഴേ അവരുടെ ദുഃഖം മാറിക്കാണും. പിന്നെ മൂന്നാമത്തെ ഇതല്ലേ, അതുപോലെ തന്നെ ഇത്, പിന്നെ ഇത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അവരുടെ മനസ്സിൽ. അവരുടെ മനസ്സ് അത് പരുവപ്പെടുത്തി അവരെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മീര വാസുദേവ് ഇനി ഒരു വിവാഹം കഴിക്കുമ്പോൾ ചിന്തിക്കുക. ആദ്യത്തെ ജീവിതത്തിൽ നമുക്കൊരു തെറ്റുപറ്റി, രണ്ടാമത്തെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി, മൂന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ചിന്തിച്ച് പക്വതയായിട്ട് എടുക്കേണ്ടതായിരുന്നു. ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ, ഇനി ഒരാളെ വിവാഹം കഴിക്കുന്നെങ്കിൽ അതൊന്ന് ആഴത്തിൽ ചിന്തിക്കുക. എങ്ങനെയുള്ള ആളായിരിക്കണം, എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാവൂ. എടുത്ത് ചാടാൻ പാടില്ല. എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. കാണുന്നതെല്ലാം നല്ലതാണെന്നുള്ളതൊന്നും ചിന്തിക്കരുത്. ചിലപ്പോൾ ഒരു റോസാപ്പൂ കാണും, നമ്മളെ ആകർഷിക്കും. നമ്മൾ ചെന്നത് പിച്ചുമ്പോൾ മുള്ളു കൊള്ളും. അതിനകത്ത് നല്ല മുള്ളാണ്, അത് നമ്മുടെ കയ്യിൽ കൊണ്ടാൽ മുറിയും. അതുമൊക്കെ ചിന്തിച്ച് നോക്കി വേണം ഇനി ഒരു വിവാഹത്തിലേക്ക് എടുത്തു ചാടാൻ. ഇതിപ്പോൾ മൂന്നാമത്തേതായി. അത് ഒരു വർഷം വരെ ആയുസ്സുള്ളായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ളതെങ്കിലും ചിന്തിക്കുക. ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക. നല്ലൊരു നടിയാണ് നിങ്ങൾ, നല്ല കലാകാരിയാണ്, നിങ്ങൾക്ക് അഭിനയിക്കാനൊക്കെ നല്ല ഒരു കഴിവുള്ള സ്ത്രീയാണ്. പക്ഷേ ജീവിതത്തിൽ മാത്രം പരാജയം. ജീവിതവും തിരഞ്ഞെടുക്കുമ്പോൾ അത് ആലോചിച്ച് തിരഞ്ഞെടുക്കുക. അഭിനയം പോലെയല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രമാണ്. അത് നോക്കി എടുത്താലേ ആ ജീവിതം നല്ല